എറണാകുളം കൂത്താട്ടുകുളത്ത് തൊഴിലുറപ്പ് തൊഴിലാളി മരം വീണ് മരിച്ചു. മണ്ണന്തൂർക്കരയിൽ അന്നക്കുട്ടിയാണ് മരിച്ചത്. ആലുവ ശിവക്ഷേത്രത്തിൽ വെള്ളം കയറി. ഇടുക്കിയിലും കോട്ടയത്തും മഴക്കെടുതി രൂക്ഷമാണ്. എറണാകുളം ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ മഴ ശക്തമായി തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ തുടങ്ങിയ മഴയാണ്. അത് ഇതുവരെയായിട്ടും തോർന്നിട്ടില്ല. വിവിധ പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം നൽകിയിട്ടുണ്ട്. ചെല്ലാനം, ചെറായി മേഖലകളിൽ കടലാക്രമണവും രൂക്ഷമാണ്. വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. മാത്രമല്ല, മൂവാറ്റുപുഴയാറിന്റെ തീരത്തുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വീടുകൾക്കുള്ളിലേക്കടക്കം വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. കാക്കനാട്, തുതിയൂർ മേഖലകളിൽ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്ന സ്ഥിതിയുണ്ടായിട്ടുണ്ട്. പോലീസും ഫയർഫോഴ്സും ചേർന്ന് അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി വരികയാണ്. കോട്ടയം ജില്ലയിൽ ഇടവിട്ട് ശക്തമായ മഴ പെയ്യുകയാണ്. താഴ്ന്ന പ്രദേശങ്ങളിലായ പടിഞ്ഞാറൻ മേഖലയിൽ ഉൾപ്പെടുന്ന തിരുവാർപ്പ്, കുമരകം, മൈമനം പഞ്ചായത്തുകളിലും വൈക്കം, ചങ്ങനാശ്ശേരി താലൂക്കുകൾ ഉൾപ്പെടുന്ന പല പ്രദേശങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമാണ്. ഇതിനോടകം 21 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. 317 കുടുംബങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. വരും മണിക്കൂറുകളിലും മഴ തുടരുമെന്നാണ് അറിയുന്നത്. പലയിടത്തും വെള്ളക്കെട്ട് മൂലം ഗതാഗത തടസ്സവും നേരിടുന്നുണ്ട്. കോട്ടയം കുമരകം പാത, പടിഞ്ഞാറൻ ബൈപ്പാസ്, അതോടൊപ്പം തന്നെ കോടിമത ബൈപ്പാസ് അടക്കമുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. എന്തായാലും കിഴക്കൻ മേഖലയിലും മഴ ശക്തമായി പെയ്യുന്നുണ്ട്. മലയോര മേഖലയിൽ ശക്തമായ മഴ പെയ്യുന്നത് മൂലം മീനച്ചിൽ, മണിമല, അതോടൊപ്പം തന്നെ മൂവാറ്റുപുഴയാറിൻ്റെ കൈവഴികൾ എന്നിവിടെയെല്ലാം വലിയ രീതിയിലുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. പലയിടത്തും പുഴ കരകവിഞ്ഞ് വെള്ളക്കെട്ടിന് കാരണമായിട്ടുണ്ട്. എന്തായാലും മഴ ജില്ലയിൽ ശക്തമായി ഇടപെട്ട് തുടരുകയാണ് എന്നത് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ശകലം ബുദ്ധിമുട്ടൊക്കെയാ, മഴയല്ലേ, മഴയും വെള്ളം ബുദ്ധിമുട്ടാണ്. ഇതുപോലെ വെള്ളം ഞങ്ങൾക്ക് അവിടെ നിന്നൊക്കെ ഇത്രയോ നീന്തി ഞങ്ങൾ ഇവിടം വരെ വരുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും മഴ ശക്തി പ്രാപിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കാർഷിക മേഖലയാണ് സാരമായി ബാധിച്ചിരിക്കുന്നത്. കുട്ടനാട് പ്രദേശത്തെ താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി എന്ന് പറയാൻ കഴിയും. റോഡുകളും വീടുകളുമാണ് ഈ പ്രദേശത്ത് വെള്ളത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നത്. വെള്ളക്കെട്ട് കാരണം എടത്തുവ, തിരുവല്ല റോഡിലെ KSRTC ബസ് സർവീസ് താൽക്കാലികമായി നിർത്തിവെച്ചു. കുട്ടനാട് താലൂക്കിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും മരം കടംകൊഴുകി വീഴുന്നത് ഒരു പ്രധാന പ്രശ്നമായി ആലപ്പുഴ ജില്ലയിലുണ്ട്. സ്ഥിരമായിട്ടുള്ള സൊല്യൂഷനാണ് വേണ്ടത്. അതിന് നമുക്ക് ബേസിക്കായിട്ട് വേണ്ടത് ആറിൻ്റെയും തോടിൻ്റെയൊക്കെ ആഴം കൂട്ടലാണ്. പിന്നെ ഇത് ചെയ്യില്ല, ഇതൊന്നും ചെയ്യാത്തതിന് കാരണം വെച്ചാൽ ഇത് സ്ഥിരം ഇങ്ങനെ എല്ലാ വർഷം വന്നാൽ മാത്രമേ ഫണ്ട് മുക്കാൻ പറ്റൂ. കനത്ത മഴയിലും കാറ്റിലും ഇടുക്കിയിലും വ്യാപകമായ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. കല്ലാർ സ്വദേശി നാഗരാജിന് വീടിന് മുകളിലേക്ക് മരം കടപുഴകി വീണ വീട് ഭാഗികമായി തകർന്നു. സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന ജീപ്പിനും കാറിനും കേടുപാടുകൾ പറ്റിയിട്ടുണ്ട്. മാട്ടുക്കട്ടയിൽ ഗ്യാരേജിലുണ്ടായിരുന്ന 2 വാഹനങ്ങൾക്കും മരം വീണ് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. ജില്ലയിൽ 112 വീടുകളും തകർന്നു. 4 കോടി രൂപയുടെ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മലങ്കര, പാമ്പള, കല്ലാർകുട്ടി ഡാമുകളുടെ ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. ജില്ലയിൽ രാത്രികാല യാത്രയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 ഇടുക്കി.